ചന്ദ്ര മേനോനോട് മാപ്പ് പറഞ്ഞ് നമ്മുടെ സ്റ്റാലിൻ. അങ്ങനെ സ്റ്റാലിനാണെങ്കിൽ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട്. അതായത് വിവരമില്ലാത്ത വിഡ്ഢിയായിരിക്കും വൈജയന്തിയെ വിവാഹം കഴിച്ചത് എന്ന് നമ്മുടെ സ്റ്റാലിൻ ബാലേന്ദ്രൻ്റെ മുൻപിൽ നിന്ന് പറയുന്നുണ്ടല്ലോ. ഇതേ സമയം ബാലചന്ദ്രനും പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വിവരമില്ലാത്ത വിഡ്ഢിയല്ല, വിവരമില്ലാത്ത മരക്കഴുതയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ഇത്ര കൃത്യമായിട്ടറിയാം? എന്താണ് കാര്യം? എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, വൃദ്ധനായ മടിയനായ പൊട്ടനായ കഴുത എന്ന്. അത് ഞാൻ തന്നെയാണ്, ഞാനാണ് ആ വിഡ്ഢിയായ കഴുത എന്ന് ബാലേന്ദ്രൻ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ വളരെയധികം സങ്കടപ്പെടാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് വൈജയുടെ ഭർത്താവ് താനാണെന്ന് സ്റ്റാലിൻ അറിയുമ്പോൾ, അതായത് ബാലേന്ദ്രനാണെന്ന് സ്റ്റാലിൻ അറിയുമ്പോൾ ആ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. തൻ്റെ ജീവിതം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കളിയാക്കിയതിൽ സ്റ്റാലിന് നല്ല രീതിയിൽ തന്നെ കുറ്റബോധം തോന്നുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് സ്റ്റാലിൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ആ അർത്ഥത്തിലൊന്നും വ്യക്തമാക്കിയതല്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം മിസ്റ്റർ മേനോൻ എന്ന് പറയുന്നു. അത് കേട്ടതും, ക്ഷമിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ 1-2 സ്ഥലത്തേക്കൊക്കെ വരാനുണ്ട്, അതിനുശേഷം നമുക്ക് ഈ കഥ, ഈ കളി ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ബാലേന്ദ്രൻ പറയുന്നതും കാണാൻ കഴിയും കൂട്ടുകാരെ.